നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടി നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞ ചാനലിനകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ വരാൻ പോകുന്ന ദിവസത്തെ അലീനയുടെ മനുഷ്യങ്ങളുടെ വിശേഷങ്ങൾ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന കമല ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വൈജയന്തിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയം വൈജയന്തി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. വൈജയുടെ മനസ്സിൽ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ആഗ്രഹം വെച്ച് ഒരുത്തൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചല്ലേ നിങ്ങളെന്നൊക്കെ. അവൾക്ക് അതെനിക്ക് എങ്ങനെ അറിയാമെന്നൊരു ചിന്ത വൈജയുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. പക്ഷെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഇരുട്ടത്ത് കിട്ടിയ അടി വെളിച്ചത്ത് മിണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കൊരു അവസ്ഥയായിപ്പോയി വൈജയ്ക്ക്. അപ്പോഴാണ് തുള്ളിച്ചാടിയുള്ള കമലയുടെ വരവ്. കമല വന്നിട്ട് വൈജയോട് പറഞ്ഞു, അല്ല വൈജയ, നീ കാര്യങ്ങൾ അറിഞ്ഞു ചോദിച്ചു. എന്ത്? അല്ല, നിന്നെ ബബിത ആരും വിളിച്ചില്ലേ? എന്നെ ആരും വിളിച്ചില്ല. അല്ലെങ്കിലും അവൾമാർക്കൊന്നും എന്നെ വിളിക്കാൻ സമയമില്ലല്ലോ. ആ അലീന എന്ന് പറയുന്നവളുടെ പിന്നാലെ നടക്കാനല്ലേ സമയമുള്ളൂ. ഞാൻ ആര്? ഇത്രയും കാലം വളർത്തി വലുതാക്കി കൊണ്ടുവന്നത് വെറുതെയാ. അയ്യോ അതല്ല, അവളുണ്ടല്ലോ അലീന, അവൾ വീട് വിട്ട് പോയെന്ന് പറഞ്ഞു. പോയെന്നോ? കമലയെടുത്തയുടെ ആരാത് പറഞ്ഞത്? ആ രഞ്ജു ബബിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബബിതയാണ് പറഞ്ഞത് പോലും. അവർക്ക് ഭയങ്കര വിഷമമാണ് രഞ്ജു പറഞ്ഞേ. അത് കേട്ടതും വൈജിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. സത്യമാണോ കമലെടുത്തി പറഞ്ഞത്? ആഹാ, ഇതായിപ്പം നന്നായത്. ഞാനെന്തിനാ വൈജി നിന്നോട് കള്ളത്തരം പറയണേ? അത് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? എങ്ങനെ വൈജി അവിടെ നിന്ന് ഓടിക്കണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമലയ്ക്ക്. വൈജയന്തി വന്നപ്പോൾ മുതൽ പിറുപിറുക്കലും കാര്യങ്ങളും. അല്ലേ തന്നെ സബുദാമിനി മുത്തശ്ശി അവിടെ നിൽക്കുന്ന പോലും ഇഷ്ടമില്ല. അപ്പോഴാണ് പിന്നെ പോരാത്തേന് കൂനുമേ കുരിശെന്ന് പറഞ്ഞ കണക്ക് വൈജയന്തിയും കൂടെ വന്നു പെട്ടത്. അപ്പം എല്ലാത്തിനും കൂടെ വെച്ച് വിളമ്പി കൊടുക്കണമെന്നും പറഞ്ഞ് പിറുപിറുക്കലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലീന പോയെന്നറിഞ്ഞ്. പിന്നെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി എത്ര ദിവസങ്ങളായെന്നറിയാവോ കമലെടുത്ത് ഞാൻ കാത്തിരിക്കുന്നത്? മാസങ്ങളായി. ഇനി അത് വർഷങ്ങളാകാൻ പോവായിരുന്നു. അപ്പോഴെന്താണെങ്കിലും അവൾക്ക് ഒരു ബുദ്ധി തോന്നിയത് നല്ല കാര്യം. അല്ല, ഇനിയിപ്പോൾ വൈജയന്തിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ അല്ലേ? ഇനി ഞാൻ ചെല്ലും. ഇനി എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ മക്കളെ വേണം എന്ന് പറഞ്ഞു. അതെ, പിന്നൊരു കാര്യമുണ്ട് വൈജയ്. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന മക്കളൊക്കെ ബാലേന്ദ്രൻ പറയുന്നില്ല അനുസരിക്കുള്ളൂ. നീ പറയുന്ന എന്തെങ്കിലും അനുസരിക്കുമോ? നിനക്ക് വയ്യാണ്ടായത് ഇങ്ങോട്ട് പോന്നതാ. എന്നിട്ടോ ആരെങ്കിലും ഇങ്ങോട്ട് നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ല. ഈ അലീന എന്ന് പറയുന്നവൾ ഇപ്പം പോയാലും നീ അത്ര സന്തോഷിക്കുമൊന്നും വേണ്ട. എപ്പോഴേത് സമയത്ത് അവൾക്ക് തിരിച്ചു വരാൻ തോന്നുന്നു പറയാൻ പറ്റില്ല. അവൾ വന്നിട്ടുണ്ടെങ്കിൽ 2 കൈ നീട്ടിയിട്ട് ദേ നിന്റെ ഭർത്താവ് നിന്റെ മക്കളും അവളെ സ്വീകരിക്കും. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഇനി ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളെ ആ വീട്ടിൽ കാലെടുത്ത് വെക്കാനായിട്ട് ഈ വൈജയന്തി സമ്മതിക്കില്ല. വൈജയന്തി ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ഇതൊക്കെ നീ ഇപ്പം പറയും. പക്ഷേ കമലെ, നമ്മുടെ ഭർത്താവിൻ്റെ കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ വലിക്കുന്ന പോലെ ആയിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ ബാലേന്ദ്രനെ കയ്യിലെടുക്കണം. ഒരു കാരണവശാലും ഇനി ആ ഉരുമ്പിട്ടവൾ അവിടെ കയറാതിരിക്കാൻ നീ നോക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അതൊക്കെ ഞാൻ നേറ്റി കമലയെടുത്തി, ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കമല അങ്ങോട്ട് തിരി കൊടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വൈജയന്തി ഭവിതയെ വിളിക്കണം. ഭവിതയാണെങ്കിലോ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അലീന പോയതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം എന്താണെന്നും അറിയത്തില്ല. അപ്പം ആ ഒരു സങ്കടത്തിലിരിക്കുമ്പോഴാണ് വൈജയന്തിയുടെ കോള് വരുന്നത്. കോള് കണ്ടു കഴിഞ്ഞപ്പോൾ ഭവിതയ്ക്ക് നല്ല ദേഷ്യമായി. അമ്മ വിളിക്കുന്നു, എന്ത് കാണാനാണോ എന്ത് വിളിക്കുന്നത് എന്നൊക്കെ ഓർത്തോണ്ട് കോൾ എടുത്തു. എന്താ പറയാൻ പറഞ്ഞു. എന്താടി, നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ ഞാൻ വിളിച്ചിട്ട്? എന്താ അമ്മ വിളിക്കുമ്പോൾ ഞാൻ പിന്നെ എന്നെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടണോ? അതിനെന്തിനാ ബബി നീ കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലോ. അല്ല, അമ്മ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അമ്മ എന്താ എന്നോട് ദേഷ്യപ്പെടാൻ വിളിച്ചാണോ? എന്നെ വഴക്ക് പറയാനായിട്ടാണോ? അപ്പം നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? അല്ല, അമ്മയല്ലെങ്കിലും ഒരിക്കലെങ്കിലും നല്ലത് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. എടി, അവൾ പോയ അലീന പോയെങ്കിൽ അപ്പം അവൾ പോയതിൻ്റെ സങ്കടമായിരിക്കും നിനക്കൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അമ്മ ഇനിയും വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അലീന ചേച്ചി അമ്മയ്ക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാനും അലീന ചേച്ചി രോഹി എല്ലാവരും കൂടെ ചേർന്ന് വന്ന് അമ്മയെ വിളിച്ചതല്ലേ ഇവിടേക്ക് വരാനായിട്ട്. എന്നിട്ട് അമ്മ വന്നോ? പാവമായിരുന്നു അലീന ചേച്ചി. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് രസമായിരുന്നു. അലീന ചേച്ചി പോയി, ഇപ്പം അമ്മയ്ക്ക് സമാധാനമായി കാണുമല്ലോ. അതേടി, നല്ല സന്തോഷ സമാധാനം ഉണ്ട് എനിക്ക്. അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല.
ഇപ്പോഴെനിക്കൊരു ആശ്വാസമായത്. അവൾ ആ പിശാച ആ വീട് വിട്ട് പോയല്ലോ, ഇനി എനിക്ക് ധൈര്യപൂർവ്വം അങ്ങോട്ടേക്ക് വരാലോ. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, അമ്മയ്ക്ക് സമാധാനമായല്ലോ, അമ്മ ഇങ്ങോട്ടേക്ക് പോരെ. പക്ഷെ ആ പാവ അലിയനി ചേച്ചിയെ പറഞ്ഞു വിട്ടതിന് അമ്മയ്ക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അവളെ ഞാനൊന്നും അല്ല പറഞ്ഞു വിട്ടത്. എടി, അവൾക്ക് ആ വീട്ടിൽ എന്ത് യോഗ്യതയുള്ളത്? അവളെ എത്ര വട്ടം ഞാൻ പറഞ്ഞു വിട്ടു, എന്നിട്ട് വീണ്ടും അവൾ അട്ടയെപ്പോലെ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നല്ലോ. അമ്മേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല, എപ്പോൾ വിളിച്ചാലും ഇത് തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്ത് ആ ഫോൺ വലിച്ചൊരു ഒറ്റ ഏറ് കൊടുക്കണം ആ ബെഡിലേക്ക്. വൈജയന്തി ഹലോ ഹലോ പറഞ്ഞെങ്കിലും അങ്ങേ തലയ്ക്കൽ കോള് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. വൈജയ്ക്ക് ഒട്ടും അങ്ങ് സഹിച്ചില്ല. തൻ്റെ മക്കളെല്ലാം അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഇനി പതിയെ പതിയെ ചെന്നിട്ട് വേണം ഓരോന്നായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ട് വരാനായിട്ട്. ഭാവിത്തെ രോഹിയും തൻ്റെ ഭക്ഷത്തായിരുന്നു. പക്ഷേങ്കിൽ എല്ലാം മാറി മറിഞ്ഞു. അലീനയെന്ന് പറയുന്നവൾ അവളെല്ലാത്തിനും മയക്കെടുത്തു. പിന്നീട് വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ചു, കടപ്പാട്ടർക്ക് തിരികെ പോകാനായിട്ട്. അങ്ങനെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ നാളെ വീട്ടിലേക്ക് തിരികെ പോകുമെന്ന് പറഞ്ഞു. അതെന്താ വൈജയ്? അലീന് പോയെങ്കിലോ നീ പോകണമെന്ന് പറഞ്ഞിട്ട്. അവള് പോയി, അതുകൊണ്ട് എനിക്കിനി സന്തോഷത്തോടെ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടതും സൗദാമിനി മുത്തശ്ശിയുടെ മുഖം മാറി. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, എന്തിനാ മോളെ നീ ആ പരിപാടി കാണിച്ചേ? നിനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതൊരു പാവം പെങ്കൊച്ചല്ലേ, അത് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്ന അവിടെ നിൽക്കില്ലായിരുന്നോ? കുറച്ച് നാള് എന്നെ നോക്കി, അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഇവിടെ ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചാൻ കിടന്ന സമയത്ത് അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഭൂമിക്ക് മീതെ പോലും കാണില്ലായിരുന്നു. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു. അമ്മയോടൊന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ അമ്മ അവളുടെ പുണ്യപ്രവൃത്തികളാണല്ലോ പറയണേ. അല്ലെങ്കിലും അതെ, അവൾക്ക് എന്തോ മന്ത്രവിദ്യയുണ്ട്, എല്ലാവരും അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുമല്ലേ. വൈജയ്, അവൾക്ക് ഒരു മന്ത്രവിദ്യയില്ല, അവൾക്ക് എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാതെ പോയ ആൾ നീയാ. അല്ല, നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ലാത്തതിനോട് ഞാൻ എന്തിനു പറയാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൗദാമിനി മുത്തശ്ശി മോഹൻ തിരിക്കുകയാണ്. അപ്പോഴേക്കും വൈജയ് ദേഷ്യപ്പെട്ടും കൊണ്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അലീനയും ബാലേന്ദ്രനും കൂടെ പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അലീനയെ കൊണ്ടുവിടുന്നതുകൊണ്ട് തൻ്റെ മകളാണ്, തൻ്റെ മക്കളെക്കാളും കാര്യമായിട്ടാണ് താൻ ഇവളെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ അവളും തന്നെ അച്ഛാന്ന് വിളിച്ചാൽ മുഴുവനും വിളിക്കില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. അത് സ്റ്റാൻലി പറയുകയും ചെയ്തു, ബാലേന്ദ്ര, നിങ്ങൾക്ക് തന്ന സ്നേഹം ഒരിക്കലും അവൾ എനിക്ക് തരില്ല എന്ന്. പോകുന്ന സമയത്ത് കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും അലീനയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേം കൂടെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പം അലീന ചോദിച്ചു, ഇനി കുറച്ച് ദൂരം ഉണ്ടോ അച്ഛാന്ന് ചോദിച്ചു. ഉണ്ട്. അലീനെ നോക്കിയിരിക്കും, വളവുകളും തിരിവുകളും എല്ലാം തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ്. ആ സമയം അലീന ചോദിച്ചു, അല്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനെതിരെ ഇതുവരെയായിട്ടും എന്നോട് പറഞ്ഞില്ല. എന്ത്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? കുളത്തോപ്പുഴയ്ക്കാന്ന് മാത്രം പറഞ്ഞല്ലോ. അവിടെ ആരൊക്കെയുണ്ട്? ഒത്തിരി ആൾക്കാരുണ്ടോ? അവിടെ എനിക്ക് എന്ത് ജോലിയാണ്? അടുക്കള ജോലിയാണോ അതോ പുറംപണിയാണോ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനെ ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ഞാനൊരു അടുക്കള ജോലിക്ക് പറഞ്ഞു വിടുമെന്ന്? അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അപ്പം എന്നെ ജോലിക്കല്ലേ പറഞ്ഞു വിടുന്നേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ബാലേന്ദ്രൻ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുവാണ്. എന്നിട്ട് അലീനയോട് ഇറങ്ങാൻ പറഞ്ഞു. അലീന ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ അച്ഛൻ്റെ മുഖം വല്ലാതായത്? അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്, അതെങ്ങനെ പറയണം എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആഹാ, ഇതാ ഇപ്പം നന്നായത്. എന്താണെങ്കിലും അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞു. അച്ഛൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്താ അച്ഛാ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ മോളെ അല്ല, അച്ഛന് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പോഴാണെങ്കിലും പറയേണ്ട കാര്യമല്ലേ, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ എന്നോട് ചോദിച്ചില്ലേ നമ്മളെവിടേക്കാണ് പോണേന്ന്? കുളത്തോപ്പുഴയിൽ അച്ഛന് പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ, അവിടേക്കാണ് എന്നെ കൊണ്ടുവിടുന്നതെന്ന്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, നിന്നെ ഞാനൊരു അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. ഇനിയിപ്പോൾ നിനക്ക് രാജ്ഞിയായിട്ട് ജീവിക്കാന്ന്. പക്ഷെ അതൊന്നും നീ വിശ്വസിച്ചില്ല. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ അച്ഛൻ്റെ ഫാൻറ്റസിയാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞു. അല്ല മോളെ, നിന്നെ ഞാൻ കൊണ്ടുവിടുന്നത് നിന്റെ അച്ഛൻ്റെ അരിയിലേക്കാന്ന് പറഞ്ഞു. അച്ഛൻ്റെ അരിയിലേക്കോ? അതെ, നിന്റെ സ്വന്തം അച്ഛൻ്റെ അരിയിലേക്ക്. സ്വന്തം അച്ഛൻ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം അലീന ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്തൊക്കെയാ അച്ഛാ പറയണേ? അതെ, നിന്നെ വെറുതെ ഉള്ളിടത്തേക്ക് ഞാൻ കൊണ്ടുവിട്ട് തള്ളിക്കളയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റുമോ? നീ എൻ്റെ മകളല്ലേ. അപ്പം എന്നെക്കാളും നല്ല ഉത്തരവാദിത്തമുള്ളവരുടെ അടുത്ത് ഏൽപ്പിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് പോയി കണ്ടെത്തിയത്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവിടുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് അലീനയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ഒരു നിമിഷം അലീന വല്ലാതായിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ആൻസർ അല്ലേ ഇത്.
തന്നെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. താൻ ഇതിനായിട്ടും കണ്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ? ഈ പറയുന്ന എൻ്റെ സ്വന്തം അച്ഛനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അയാൾക്ക് ഞാൻ മകളാണെന്നറിയാവോ? അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങളായിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, നിന്നെ അയാൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ അച്ഛനെ. അതൊക്കെ നിനക്ക് മനസ്സിലാവും, വഴിയേ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.